ഡിയർ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13. The structural formula of a hydrocarbon is given below. ഒരു ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻ ആണ് താഴെ ചോദിച്ചിരിക്കുന്നത്. How many carbon atoms are there in the main chain? മെയിൻ ചെയിനിലെ മുഖ്യ ശാഖയിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്ന ചെയിൻ ഏതാണോ അതായിരിക്കും അതിന്റെ പ്രധാന ശാഖ അല്ലെങ്കിൽ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെയിൻ കാണാം, അല്ലാതെ ഇങ്ങനെ ഒരു ചെയിൻ കാണാം. ഈ ഒന്നാമത്തെ ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം 1, 2, 3, 4, 5 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചെയിൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം 1, 2, 3, 4, 5, 6 ആണ്. അപ്പൊ ഏതായിരിക്കും ഇവിടുത്തെ പ്രധാന ചെയിൻ എന്ന് പറയുന്നത്? നമ്മൾ രണ്ടാമത് വരച്ചതായിരിക്കും പ്രധാന ചെയിൻ എന്ന് പറയുന്നത്. ഇനിയും ചോദിച്ചേക്കുന്നത്, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു പ്രധാന ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം 6 ആണെന്ന് കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ബ്രാഞ്ച് പ്രസന്റ് ഇൻ ദി കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിലെ ബ്രാഞ്ചിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് മെയിൻ ചെയിൻ എങ്കിൽ ഇതിലെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ആണോ? CH3 ആണ്. CH3 എന്ന ബ്രാഞ്ചിന്റെ പേരാണ് എന്ത്? CH3യുടെ പേരാണ് മീഥൈൽ. METHYL, മീഥൈൽ. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആദ്യം നോക്കേണ്ടത് എവിടെയാണ് ബ്രാഞ്ച്, ഏത് കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് ഉള്ളത്. അപ്പൊ നമ്മൾ നമ്പർ ഇട്ട് നോക്കണം. ഏറ്റവും ചെറിയ നമ്പറിന്റെ അവിടെ ആയിരിക്കണം ബ്രാഞ്ച് വരുന്നത്. ഇവിടുന്ന് നമ്മൾ നമ്പർ ഇടുമ്പോൾ 1, 2, 3, 4 നാലാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഇടുന്നതെങ്കിലോ 1, 2, 3, 4, 5, 6 മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് എന്ത് വന്നിരിക്കുന്നത്? ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പൊ പേരെങ്ങനെ വരും? ഇവിടെ മൂന്നാമത്തേതിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. പേരെങ്ങനെ വരും? 3- ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ, 3-methyl. എന്താണ് ഇനി മെയിൻ ബ്രാഞ്ചിന്റെ പേര്, മെയിൻ ചെയിനിന്റെ പേര് 1, 2, 3, 4, 5, 6 ഉണ്ട്. അപ്പം 6 വന്നാൽ ഹെക്സെയിൻ, 3-methyl ഹെക്സെയിൻ എന്നാണ് ബ്രാഞ്ചിന്റെ പേര്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇത് റിയാക്ടന്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ സൈഡിൽ HCl വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. അതായത് ഒരു ഹൈഡ്രോകാർബൺ കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി അവിടെ മറ്റൊരു ആറ്റം ഗ്രൂപ്പോ വന്നിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ഈഥെയ്നിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നിരുന്നത്. അപ്പം ഇതിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഇപ്പൊ CH2Cl ആയി. ഇതിനു മുമ്പ് അതെന്തായിരിക്കും? അപ്പം ഒരു ഹൈഡ്രജൻ ആറ്റം അവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തായിരിക്കും? അപ്പം അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് CH3. ഇപ്പുറത്ത് CH2 ആണ്. ഇതിനു മുമ്പ് എന്തായിരിക്കും? CH3Cl എന്ന് ആയിരിക്കും. അതാണ് എക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2ന്റെ കൂടെ Cl2 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ആഡ് ചെയ്താൽ അത് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. അഡീഷൻ റിയാക്ഷൻ എപ്പോഴും നടക്കുന്നത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിലായിരിക്കും. ഇവിടെ Cl2 എന്ന് പറഞ്ഞാൽ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. അത് നമ്മൾ ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് വീതിച്ചു കൊടുക്കണം. ഒരു ക്ലോറിൻ ആറ്റത്തിനെ എവിടെ
ഇവിടെയും കൊടുക്കണം, ഒരു ക്ലോറിനാറ്റത്തിന് ഇവിടെയും കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ y നമുക്ക് എങ്ങനെ എഴുതാം, y ഈസ് ഈക്വൽ ടു CH3 CH, ഒരു CHന്റെ കൂടെ Cl2, രണ്ട് Cl2 ഉണ്ടായിരുന്നു, ഒരു Cl ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇവിടുള്ള ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആയി മാറും. അടുത്തത് ഈ രണ്ടാമത്തെ CH2വിന്റെ അവിടെ എന്താണ്, ഒരു ക്ലോറിൻ ആറ്റം കൂടെ വരും. അപ്പൊ CH2Cl എന്ന് ആകും. ഇതായിരിക്കും കോമ്പൗണ്ട്. അടുത്തത് C എന്ന് പറയുന്നത് ഹീറ്റിന്റെ പ്രസൻസിൽ ഒരു ഹൈഡ്രോ കാർബണിനെ എന്ത് ചെയ്യുക, മുറിക്കുക. അപ്പം എന്ത് ചെയ്യണം, ഇവിടെ ഹീറ്റിന്റെ പ്രസൻസ് ആണ്, ഓക്സിജന്റെ ആബ്സെൻസ് ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ്, തെർമൽ ക്രാക്കിംഗ് ആയിരിക്കും. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഒരു കോമ്പൗണ്ട്, എന്താണ് ലോവർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ടുകളായിട്ട് മാറും. അതില് ഒന്നെന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആയിരിക്കും, അടുത്തതെന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇസഡിൽ വരുന്നത് ഒന്ന് സാച്ചുറേറ്റഡ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്, 3 കാർബൺ ആറ്റം ഉണ്ട്. പ്രൊഡക്റ്റിന്റെ സൈഡിൽ ഒരു കാർബൺ ആറ്റം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അവശേഷിക്കുന്നത് 2 കാർബൺ ആറ്റത്തിന് ഇടണം. താഴോട്ട് എഴുതുകയാണ്, 2 കാർബൺ ആറ്റം ഇടണം. 2 കാർബൺ ആറ്റം വന്നു. ഇവിടെ ഇപ്പം 4 ഹൈഡ്രജൻ ആറ്റം ഇവിടെ വന്നു കഴിഞ്ഞു, 4 എണ്ണം വന്നു കഴിഞ്ഞു. അതിനുശേഷം ഇനി ബാക്കിയുള്ളത് എത്ര എണ്ണം ഉണ്ട്, 3 4 5 6 7 എന്താണ് ഹൈഡ്രജൻ ആറ്റം ആകെ ഉള്ളത്. 3 6 8 ഹൈഡ്രജൻ ആറ്റമാണ് ആകെ ഉള്ളത്. ഇപ്പം 4 എണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താണുള്ളത്, ഇനി 4 ഹൈഡ്രജൻ ആറ്റം കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ആണുള്ളത്. അപ്പൊ ഈ രണ്ടാമത്തെ ഇസഡിൽ എന്തായാലും ഡബിൾ ബോണ്ട് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുമ്പോൾ റിയാക്റ്റന്റിന്റെ സൈഡിലുള്ള കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം ഒക്കെ തന്നെയാണ് പ്രൊഡക്റ്റിന്റെ സൈഡിലും കിട്ടേണ്ടത്. ഒരെണ്ണം എന്താണ് സാച്ചുറേറ്റഡ് ആണെങ്കിൽ അടുത്തത് കിട്ടേണ്ടത് അൺസാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇസഡ് എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 എന്നായിരിക്കും.